ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ വെച്ചിട്ട് നത്തോലി വെച്ചിട്ടുള്ള ഒരു കറി കേട്ടോ. ഞങ്ങളിവിടെ വത്തളെന്ന് പറയട്ടോ നത്തോലിക്ക്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയാമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കേട്ടോ. നമുക്ക് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ കൂട്ടാനായിട്ട്. ഇത് മാത്രം ഒഴിച്ചിട്ട് നമുക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. കറിക്കായിട്ട് ഞാനിവിടെ 1/2 കിലോ വത്തളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1/2 കിലോ വത്തളം എടുത്താൽ നമുക്കൊരു 250-300 ഗ്രാമിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. ഇത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 തക്കാളിയും എരിവിനാവശ്യമായ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന വത്തളിനനുസരിച്ചും അതുപോലെ നമുക്ക് ചിലർക്ക് നല്ല തിക്കായിട്ടുള്ള കറിയാവും ഇഷ്ടം, അതുപോലെ ചിലർക്ക് ലൂസായിട്ട് വെള്ളം പോലെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് നിങ്ങൾ തേങ്ങ ചേർത്ത് കൊടുത്തോട്ടോ. ഇനി തേങ്ങ എടുത്ത് വെച്ചതിലേക്ക് ഒരു 6 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകമാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിവിടെ അത്യാവശ്യം മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് എത്ര എരിവാണ് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ കറി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് മൺചട്ടിയാണ് കേട്ടോ. നമുക്ക് കറി തയ്യാറാക്കാനും മീൻ കറി പ്രത്യേകിച്ചും തയ്യാറാക്കാനും നല്ലത് മൺചട്ടിയാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരച്ചിട്ടുള്ള കറി വെക്കുമ്പോൾ ഏറ്റവും നല്ലത് പച്ചമുളക് കൂട്ടി കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഒരുപാട് മുളക് പൊടി ഇല്ലാതെ പച്ചമുളക് എരിവിനായിട്ട് കൂടുതൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടണം. ആ പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് വരുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഇനി മിക്സിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വെക്കുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ തക്കാളി വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി മീൻ ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തവി കൊണ്ട് ഇളക്കണ്ടെങ്കിൽ ഞാനിവിടെ ചെറുതായിട്ട് ഇളക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്ടി വെച്ചിട്ടൊന്ന് ചുഴറ്റിയെടുത്താൽ മതി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു തിള വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. മീൻ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് തിളച്ച് വെന്ത് പോകണ്ട കേട്ടോ. മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. തേങ്ങയരപ്പ് ചേർത്തതിന് ശേഷം നല്ല തിക്കായിട്ടാണ് കറിയെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് താളിപ്പിനായിട്ട് എടുത്തിട്ടുള്ളത്, ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിലേക്ക് ഞാൻ ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ. എന്നിട്ട് നമുക്കതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറിക്ക് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ രീതിയിലുള്ള നത്തോലി തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഇതുപോലെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൽ പറഞ്ഞ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്കിത് പൊറാട്ട, ചോറ്, അതുപോലെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.